ഉപകാരമില്ലാത്ത ഇൽമ് അത് അല്ലാഹുവിൻ്റെ മുന്നിൽ അതുള്ള ആൾക്ക് എതിരായി ഭവിക്കുകയും ചെയ്യും. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആത്മാവിന് ഒരു ഉണർവ് നൽകിക്കൊണ്ടിരിക്കണം. അതിനെ എപ്പോഴും പുതു ജീവൻ നൽകിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അതിങ്ങനെ നുരുമ്പി അതപ്പതിച്ചു കൊണ്ടിരിക്കും. അത് എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് അത്തരം അവസരങ്ങളൊക്കെ വളരെ കുറവാണെങ്കിലും ഉള്ളത് ഭംഗിയായി ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നത് വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് സൽസാൽ മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂനിൻ, രൂപം നൽകപ്പെട്ട മസ്നൂനിൻ അഥവാ മുസവ്വരിൻ, രൂപം നൽകപ്പെട്ട ഹമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ കുറേ കാലം മഴ പെയ്ത് വെള്ളം കെട്ടി നിന്ന് പാടങ്ങളിലൊക്കെ കാണാം. കുറേ കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ വറ്റി അവസാനമായി വെള്ളം വറ്റിപ്പോകുമ്പോൾ അവിടെ ഉണ്ടാകും ചില മണ്ണ്, ചെളി, കളിമണ്ണ്, ചെളി. അത് കറുത്ത നിറമുള്ളതായിരിക്കും, അതിന് ദുർഗന്ധമുണ്ടാകും. ഇതാണ് ഹമ. ആ ഹമഇനെ മസ്നൂനിൻ, ഈ ഹമഇനെ രൂപപ്പെടുത്തിയതാണ്. ഈ ഹമഇന് രൂപം നൽകിയപ്പോൾ മനുഷ്യൻ്റെ രൂപം ഉണ്ടായി. അതിൻ്റെ ഉള്ളു പൊള്ളയാണ്, അതിന്മേലിങ്ങനെ മേടിയാൽ സ്വൽ സ്വൽ ഒരു ശബ്ദം വരും. ഉള്ളു പൊള്ളയായ രൂപത്തിൻ്റെ പുറമെ മേടിയാൽ തട്ടിയാൽ സ്വൽ സ്വൽ ഒരു ശബ്ദം വരും. സ്വൽ സ്വാലിൻ മിൻ ഹമഇൻ മസ്നൂനിൻ. ഇതാണ് മനുഷ്യൻ്റെ അസുൽ. അതുമാത്രമല്ല, മനുഷ്യൻ അവൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അവന് ഭക്ഷണമായി അവനെ നിലനിർത്തുന്നത് സ്ത്രീ ഗർഭമുണ്ടാകുമ്പോൾ അവളുടെ ആർത്തവം നിലച്ചു പോകുന്നു. സാധാരണ അങ്ങനെയാണല്ലോ. ആ ആർത്തവ രക്തമാണ് ഇവൻ്റെ വളർച്ച ആദ്യ കാലഘട്ടങ്ങളിൽ ഇവന് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേ സംബന്ധിച്ച് അല്ലാഹു തആല എന്ത് പറഞ്ഞു? ഖുൽ ഹുവ അദൻ, ആർത്തവ രക്തം മ്ലേച്ഛമാണ്. ആ മ്ലേച്ഛമെന്ന് അല്ലാഹു വിശേഷിപ്പിച്ച അതാണ് ഇവൻ്റെ, ഈ മനുഷ്യൻ്റെ വളർച്ചയുടെ തുടക്കത്തിൽ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം. ഇപ്പം എന്താ ഈ സാധനം? ഇപ്പം ഈ സാധനം എന്താണ്? എന്തോ ഒരു ഉഷാറാണ്ട് കണ്ടാൽ അല്ലേ. അഹങ്കാരത്തിനും അവൻ്റെ ഊക്കിനും വീറിനൊന്നും യാതൊരു കുറവുമില്ല. സംഗതി എന്താ മുതൽ? ഈ പറയുന്ന ചെളിക്കട്ടക്ക് രൂപം നൽകപ്പെട്ടു, എന്നിട്ട് ഇതവനെ കഴിപ്പിച്ചു, ഭക്ഷിപ്പിച്ചു. ഇങ്ങനെയാണ് ഇവൻ വളർന്നു വരുന്നത് തന്നെ. ആരും ഫലാ തുസക്കു ഹുവ അഅലമു ബിക്കും ഫലാ തുസക്കു അൻഫുസക്കും, ആരും ഞാൻ മോശമൊന്നുമല്ല, ഞാനൊക്കെ ഉഷാറാണെന്ന് ആരും ചിന്തിച്ചു പോകണ്ട. ഹുവ അഅലമു ബിക്കും ഇദ് അൻശാകും മിനൽ അർദി, ആ നിങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹുവിന് നല്ലവണ്ണം നിങ്ങളെ സംബന്ധിച്ചറിയും. സൃഷ്ടിച്ചവനല്ലേ, അവൻ സൃഷ്ടിച്ചത് എന്താണെന്നറിയുക. അവന് നല്ലവണ്ണം നിങ്ങളെ സംബന്ധിച്ചറിയാം. അള്ളാഹുവിൻ്റെ മുന്നിൽ ആരും പരിശുദ്ധരാവാൻ മെനക്കെടേണ്ടതില്ല. ഹുവ അഅലമു ബിക്കും ഇദ് അൻശാകും മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് അഥവാ നേരത്തെ പറഞ്ഞ മണ്ണിൽ നിന്ന് നിങ്ങളെ അവൻ നിർമ്മിച്ചു ഉണ്ടാക്കി. ആ സമയത്ത് നിങ്ങളെന്താണ്, അത് അല്ലാഹുവിന് നല്ലവണ്ണം അറിയാം. വഇദ് അൻതും അജിന്നതും ഫീ ബുതൂനി ഉമ്മഹാതികും, നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ ഗർഭസ്ഥ ശിശുക്കളായി വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടവും ഇത് രണ്ടും അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. ഈ കളിമണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും അതിനുശേഷം ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന കാലഘട്ടത്തെയും മനുഷ്യനെ അല്ലാഹു തആല ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഫലാ തുസക്കു അൻഫുസക്കും, ആരും പരിശുദ്ധനാണ് എന്ന് ചമയാൻ പോകേണ്ടതില്ല.
ഇതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് മനുഷ്യൻ്റെ അസുൽ ഇതാണെങ്കിൽ ഇതിൻ്റെതായ ചില വിശേഷണങ്ങൾ ആ മനുഷ്യനിൽ ഉണ്ടായിരിക്കണം. ഇതാണല്ലോ ഇവൻ്റെ അസുൽ. ഈ അസുൽ ഇതാണെങ്കിൽ ഇതിൻ്റെതായ ചില വിശേഷണങ്ങൾ മനുഷ്യനിലുണ്ട്, ഉണ്ടായേ പറ്റൂ. അതാണ് ളുലുമാത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ, ഇരുട്ടുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പലപ്പോഴായി വിശേഷിപ്പിക്കുന്ന മനുഷ്യൻ്റെ ദുസ്വഭാവങ്ങൾ. അത് കറുത്ത നിറമുള്ള സ്വഭാവമായിരിക്കും. ആ സ്വഭാവങ്ങൾക്ക്, ആ വിശേഷണങ്ങൾക്ക് ദുർഗന്ധമുണ്ടായിരിക്കും. വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ നാം സൃഷ്ടിച്ചു. ഫീ അഹ്സനി തഖ്വീമിൻ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള നല്ല ഘടനയിലാണ് അവനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ്റെ പ്രത്യക്ഷ ഘടനയിലും അവൻ്റെ ആന്തരികമായ വിശേഷണങ്ങളിലും അവൻ ഏറ്റവും ഉത്തമനാണ്. എന്നിട്ട് എന്ത് ചെയ്തു? സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, സൃഷ്ടികളിൽ ഏറ്റവും നിലവാരമില്ലാത്ത അടിത്തട്ടിലേക്ക് അവനെ നാം തട്ടുകയും ചെയ്തു. ഇത് രണ്ടും മനുഷ്യനിലുണ്ട്. അത് രണ്ടിൻ്റെയും വാസനയും സാധ്യതകളും മനുഷ്യനിൽ കൃത്യമായി പ്രകടമായി ഉണ്ട്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, എല്ലാ മനുഷ്യനിലും മലക്കിൻ്റെതായ സ്വാധീനവുമുണ്ട്, പിശാചിൻ്റെ സ്വാധീനവുമുണ്ട്. രണ്ട് സ്വാധീനവുമുണ്ട്. മലക്കിൻ്റെ സ്വാധീനമാകുമ്പോൾ നന്മ കൊണ്ട് വാഗ്ദാനം ചെയ്യുകയും നന്മയിലേക്ക് അവനെ ക്ഷണിക്കുകയും ചെയ്യും. ആ ഒരു പ്രേരണയും മനുഷ്യനിലുണ്ട്. ശൈത്താനിന്റെ സ്വാധീനം എങ്ങനെയായിരിക്കും? അവനെ ഷർറ് കൊണ്ട് വാഗ്ദാനം ചെയ്യുകയും ഷർറിലേക്ക് അവനെ ക്ഷണിക്കുകയും ചെയ്യും. ഈ രണ്ട് ശക്തികളും മനുഷ്യനിൽ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യനിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവനെ കെട്ടിവലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നീ എന്ത് ചെയ്യണം? മനുഷ്യൻ എന്ത് ചെയ്യണം? അവനെ ഒരു പുറത്തേക്ക് മലക്കുകൾ ക്ഷണിക്കുന്നു, ഒരു പുറത്തേക്ക് പിശാചും അവനെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ട് സ്വാധീനവുമുണ്ട്. രണ്ടുണ്ടാവുമ്പോഴല്ലേ ഇവിടെ പരീക്ഷണം ഉണ്ടാവുള്ളൂ. അപ്പോഴല്ലേ, ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. അള്ളാഹു നമ്മവിടെ പരീക്ഷിക്കുകയാണ്, നീ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നതാണ്. പരീക്ഷണത്തിൻ്റെ ലോകമാണ്. പരീക്ഷണം ഉണ്ടാവണമെങ്കിൽ രണ്ട് സാധ്യത വേണം. ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതന്നെ ഉണ്ടാവുള്ളൂ. വേറെ വിഷയങ്ങളൊന്നും വരാനില്ല, പേടിക്കാനില്ല. രണ്ടും കൂടി ഉണ്ടാവുമ്പോഴാണ് ഏതുണ്ടാകുന്നത്? പരീക്ഷണം എന്നത് യാഥാർത്ഥ്യമാകുന്നത്. ഇവിടെ എന്ത് ചെയ്യണം? അവിടെ എന്ത് ചെയ്യണം? ഖദ് അഫ്ലഹ മൻ സക്കാഹാ. മനുഷ്യന്റെ ആത്മാവിൻ്റെതായ ചില ആവശ്യങ്ങളുണ്ട്. ആത്മീയമായി അവനുള്ള ചില സ്വാധീനങ്ങളുണ്ട്. അവൻ്റെതായ ചില ഗുണങ്ങളുണ്ട്. ആത്മാവിൻ്റെ ചില മേന്മകളുണ്ട്. അതിനെ വളർത്തിയെടുക്കുകയും പരിപോഷിപ്പിക്കുകയും അതിനടിമപ്പെടുകയും അതിനു വേണ്ടി സഹായിക്കുകയും ചെയ്തുകൊണ്ട് നിന്നാൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ, അവൻ്റെ നഫ്സിനെ ശുദ്ധീകരിച്ചു. അവൻ തീർച്ചയാണ് വിജയിക്കുകയും ചെയ്തു. വഖദ് ഖാബ മൻ ദസ്സാഹ, അവൻ്റെ നഫ്സിനെ ആരൊക്കെ പരാജയപ്പെടുത്തിയോ, ആരൊക്കെ അതിനെ അഴുക്കുള്ളതാക്കിയോ, ചീത്ത പ്രവർത്തനങ്ങളിലൂടെ, ദുശ്ചെയ്തികളിലൂടെ, പാപങ്ങളിലൂടെ ഇവൻ്റെ നഫ്സിനെ ആരൊക്കെ മോശപ്പെടുത്തി അഴുക്കുള്ളതാക്കി അഴുക്ക് വർദ്ധിപ്പിച്ചെടുത്തോ അവൻ പരാജയപ്പെടുകയും ചെയ്യും. വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു. ഏത് സ്വാധീനത്തിനാണ് മനുഷ്യൻ അടിമപ്പെടുന്നത്, അതിനുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്യും. അതിനുള്ള വിട്ടുകൊടുക്കും. നുവല്ലിഹി മാ തവല്ല. ഓരോരുത്തർക്കും അതിനനുസരിച്ച് അല്ലാഹു തആല അങ്ങ് തുറന്നു കൊടുക്കും. ഏതാണോ നമ്മുടെ ആവശ്യം അത് ആത്മാർത്ഥമായി അല്ലാഹു അറിയുന്നവനാണ്. ആത്മാർത്ഥമായ നിന്റെ മനസ്സിലെ ആവശ്യം എന്താണെന്ന് നിന്റെ റബ്ബ് അറിയും. പുറമേ എന്ത് തന്നെ പ്രവർത്തിച്ചാലും, പുറമേ ഏത് കോലം കെട്ടി വേഷം കെട്ടി നടന്നാലും, നിന്റെ പുറമേ ഉള്ള പ്രവർത്തനങ്ങളും മേഖലകളൊക്കെ ഏത് തന്നെയായാലും, യഥാർത്ഥത്തിൽ നിന്റെ മനസ്സിലെ വിളി എങ്ങോട്ടാണ്, നിന്റെ മനസ്സിൻ്റെ താല്പര്യം എങ്ങോട്ടാണെന്ന് അല്ലാഹു അറിയും. അതിനനുസരിച്ച് നിനക്ക് തുറന്നു തരികയും ചെയ്യും.
ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ വല്ലൈലി ഇദാ യഗ്ഷാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ വഅമ്മാ മൻ ബഖില വസ്തഗ്നാ വകദ്ദബ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ. സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, ആർക്കും ഒരു ആശങ്ക വേണ്ട, ഒരു ശങ്ക വേണ്ട, സംശയിക്കണ്ട. വല്ലൈലി ഇദാ യഗ്ഷാ തുടങ്ങി അല്ലാഹു പലതും പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. സൃഷ്ടാവായ റബ്ബിനാണ് നമ്മെ അറിയുക, അവന് കൃത്യമായി അറിയും. അവൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഇന്ന സഅയകും ലശത്താ, എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യത്യസ്ത തരത്തിലാണ്, വിവിധ നിലവാരത്തിലുമാണ്. ഇന്ന സഅയകും ലശത്താ ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ. അല്ലാഹു നിന്നോടൊക്കെ ചിലത് വകവെച്ച് കൊടുക്കാൻ കൽപ്പിച്ചത് നൽകണം. വത്തഖാ, ജീവിതത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും വേണം. വസദ്ദഖ ബിൽ ഹുസ്നാ, ആഖിറത്തിൽ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലം, അല്ലാഹുവിൻ്റെ പ്രതിഫലത്തെ മനസ്സും പ്രവൃത്തിയും കൊണ്ട് നീ വാസ്തവമാക്കുകയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും വേണം. അങ്ങനെ ചെയ്തുകൊണ്ട് നിന്നാൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. സ്വർഗം യുസ്റ എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് ഒരു തഫ്സീർ. സ്വർഗത്തിലേക്ക് അവനിങ്ങനെ വഴി എളുപ്പമാക്കി കൊടുക്കും നമ്മൾ. അല്ലെങ്കിൽ നന്മയിലേക്ക് നന്മ ചെയ്യണമെന്ന ആവശ്യം നിനക്കുണ്ടെങ്കിൽ, നന്മയിലേക്കുള്ള വാസനയുണ്ടെങ്കിൽ, നന്മയിലായി ജീവിക്കണം, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന ആത്മാർത്ഥമായ ആവശ്യം നിന്റെ മനസ്സിനുണ്ടെങ്കിൽ, അതിനനുസരിച്ചാണ് നിന്റെ ചിന്തയും പ്രവർത്തനങ്ങളുമെങ്കിൽ എങ്കിൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, യുസ്റാ, നല്ലതിലേക്ക് അവനെ നമ്മളിങ്ങനെ എളുപ്പമാക്കി കൊടുക്കും. അതിനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കും, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും, നല്ല വഴിയെ ജീവിക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കും. അതേ സ്ഥാനത്തോ വഅമ്മാ മൻ കദ്ദബ വതവല്ല, ഇതിലൊന്നും അവന് വിശ്വാസങ്ങളില്ല, ഇതൊന്നും അവൻ വിശ്വസിക്കുന്നില്ല, ഇതിലൊക്കെ അവൻ്റെ സംശയങ്ങളാണ്. ഒക്കെയും അവൻ ഒരു വിലയില്ലാത്ത, ശ്രദ്ധയില്ലാത്ത, പരിഗണിക്കാത്ത, ഗൗനിക്കാത്ത വിഷയങ്ങളാണ്. വകദ്ദബ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ. അപ്പോൾ അവൻ അതിനുള്ള വഴി നമ്മൾ അങ്ങനെ തുറന്നു കൊടുക്കും. ഏതാണോ ഇവൻ്റെ ആവശ്യം അതിനനുസരിച്ച് അല്ലാഹു തആല അങ്ങനെ വിട്ടുകൊടുക്കും. നമ്മുടെ ആവശ്യം എന്താണോ, എന്തിനു വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, എന്താ നമ്മുടെ മനസ്സിൻ്റെ ആവശ്യം, അതിനനുസരിച്ചാണ് അല്ലാഹു തആല തീർന്നത്. അതിനനുസരിച്ചാണ് ഇങ്ങനെ വഴി എളുപ്പമാക്കി കിട്ടുക. ഇതൊക്കെ വളരെ കൃത്യമാണ് കേട്ടോ. നമുക്ക് കുറേ കാരണങ്ങൾ, നമുക്ക് നമ്മെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ നമുക്ക് പലപ്പോഴും ഖേദം വരും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഈമാനിൻ്റെ ഒരു അംശം അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ ഒരു അസ്വസ്ഥത വരും. ആ മനസ്സിനെ സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും ചില കാരണങ്ങളൊക്കെ സ്വയം നമ്മൾ കണ്ടെത്തും. മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. അത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട്, ഞാൻ എങ്ങനെ ആയതുകൊണ്ട്, ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ആരെയാണ് സമാധാനിപ്പിക്കുന്നത്? സ്വന്തത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇത് നമ്മെ സമാധാനിപ്പിക്കാനേ പറ്റൂ. അള്ളാഹുവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഈ കാരണങ്ങളൊന്നും അവിടെ ബോധ്യപ്പെടുത്താൻ പറ്റിയതാവില്ല. നമ്മളെ സമാധാനിപ്പിക്കാൻ പറ്റുമോ? അതൊക്കെ അള്ളാഹു കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് അവസ്ഥയിലേക്കാണോ നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്ക് തന്നെ അള്ളാഹു തആല എങ്ങനെ വഴി തിരിച്ചുവിടും, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരും. നന്മ ചെയ്യാനുള്ള മനസ്സ് വരുന്നുണ്ടോ, നന്മ ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടുന്നുണ്ടോ എങ്കിൽ സന്തോഷിക്കണം. ഒരു നന്മ അടുത്ത നന്മയിലേക്ക് കൂട്ടും, ഒരു ഖൈർ അടുത്ത ഖൈറിലേക്ക് കൂട്ടിക്കളയും. അത് നന്മയുടെ നല്ലതിൻ്റെ അടയാളമാണ്. ഒരു തിന്മ വീണ്ടും തിന്മയിലേക്ക് കാരണമാകും. തിന്മക്ക് പുറമെ വീണ്ടും തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ അത് പരാജയത്തിൻ്റെ അടയാളമാണ്. അപകടത്തിലാണെന്ന് തിരിച്ചറിയണം. തിന്മ ഒരിക്കൽ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചു പോകാം. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. തിന്മ സംഭവിച്ചു പോകാം, അതിൽ ഖേദം വരികയും പിന്നീട് അതിലേക്ക് മടങ്ങാതിരിക്കുകയും ചെയ്യുക. വീണ്ടും തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിൽ ആ തിന്മ
വീണ്ടും നിന്നെ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അങ്ങനെ സയ്യിഅത്ത് വീണ്ടും സയ്യിഅത്താകുമ്പോൾ ഇതിൽ തീർച്ചയാണ് ഇതിൻ്റെ പിന്നിൽ അപകടത്തിലേക്കാണ് ഈ പോക്ക് എന്ന് തിരിച്ചറിയണം. മൻ അമില ഹസനത്തൻ, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അതിനൊരു അസർ ഉണ്ടായിരിക്കും. അസ്സറത്ത് നൂറം ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ ഒരു പ്രകാശം അതുകൊണ്ടുണ്ടാകും. ഒരു നന്മ ചെയ്താൽ അതിനനുസരിച്ചുള്ള അതിൻ്റെ നിലവാരത്തിനനുസരിച്ച് ചെയ്യുന്നത് എത്രത്തോളം ആത്മാർത്ഥമായും ഭംഗിയായും ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചൊരു പ്രകാശം ഹൃദയത്തിലുണ്ടായിത്തീരുന്നുണ്ട്. വഖുവ്വതൻ ഫിൽ അമലി, വീണ്ടും അമൽ ചെയ്യാനുള്ള, വീണ്ടും നന്മ ചെയ്യാനുള്ള ഉന്മേഷവും തൗഫീഖും അതിലൂടെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു നന്മ, അങ്ങനെയാണ്. വമൻ അമില സയ്യിഅതൻ, തിന്മ ചെയ്താലോ അസ്സറത്ത് ളുൽമതൻ ഫിൽ ഖൽബി, അവൻ്റെ ഹൃദയത്തിൽ ഒരു ഇരുട്ട് അതിനാൽ ഉണ്ടായിത്തീരുന്നുണ്ട്. വളുഫൻ ഫിൽ അമലി, അമൽ ചെയ്യാൻ കഴിയണില്ല, അങ്ങോട്ട് സാധിക്കണില്ല. ഞാൻ വിചാരിക്കണമൊക്കെ ഉണ്ട്, പക്ഷെ പറ്റണില്ല. സുബഹിക്ക് എഴുന്നേറ്റ് കൃത്യമായി ജമാഅത്തിന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ആ സമയത്ത് അങ്ങോട്ട് പൊന്തണില്ല. റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല, നടക്കണില്ല. എന്തൊക്കെയോ ആയി തട്ടിത്തിരിഞ്ഞു പോകുന്നു, നടക്കണില്ല. പറഞ്ഞത് അതിനുള്ള പണി അവിടെ എടുത്തു വച്ചിട്ടാണ്, ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമായിട്ടാണ്. അള്ളാഹു പറഞ്ഞത് എന്താണ്? നല്ല വഴിക്ക് നീങ്ങാൻ ഒരുത്തൻ ഉദ്ദേശിച്ച ആ വഴിയിലെ നാം ഓനെ തിരിച്ചുവിടും. തിന്മയിലാണോ എങ്കിൽ ആ വഴി തുറന്നു കൊടുക്കും. നാം ചെയ്തു കൂട്ടുന്നതാണ് നമ്മെ തടഞ്ഞു വെക്കുന്നത് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരിക്കൽ ഒരു ആൾ വന്നു. കേസുണ്ടല്ലോ അല്ലേ, വാടക കൊടുക്കണില്ല ഇതിന്. എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരാൾ വന്നു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, തങ്ങളുടെ അടുത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നു, അദ്ദേഹത്തിൻ്റെ വാഹനത്തെ തളച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. ഇയാൾ പറയുകയാണ്, നബിയെ, ഇന്നി ആതീക മിൻ മസീറത്തി തിസ്ഇൻ, വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്തിട്ടാണ് അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ ഈ വന്നിട്ടുള്ളത്. 9 ദിവസം യാത്ര ചെയ്തിട്ടാണ് അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. അൻസബ്തു ഫീഹാ ബദനി, നിരന്തരം തുടർച്ചയായി വിശ്രമമില്ലാതെ യാത്ര ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ശരീരം വല്ലാതെ തളർന്നു പോയിട്ടുണ്ട്, ഞാൻ ഏറെ ക്ഷീണിതനായി പോയിട്ടുണ്ട്. അൻസബ്തു ഫീഹാ ബദനി വഅസ്ഹർതു ഫീഹാ ലൈലി, രാത്രിയിൽ ഉറങ്ങാതെ ഞാൻ യാത്ര ചെയ്തു നബിയെ. വഅൽമഅതു ഫീഹാ നഹാരി, പകൽ സമയത്ത് കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ ചൂട്ടിൽ, ആ ചൂട്ടത്ത് ഞാൻ വിശ്രമമില്ലാതെ ദാഹിച്ച് ഞാൻ യാത്ര ചെയ്തിട്ട് അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. വല്ലാതെ പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അസ്അലുക അൻ ഖല്ലതൈനി അസ്ഹറതാനി, ഇത്രയും തിരക്ക് പിടിച്ച് ദൂരെ നിന്ന് ഞാൻ വന്നതിൻ്റെ ആവശ്യം എൻ്റെ ഉറക്കം കെടുത്തിയ, എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ, അത് തങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണം, എങ്കിലേ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടുകയുള്ളൂ, അത് അറിഞ്ഞേ എനിക്ക് വിശ്രമമുള്ളൂ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താ നിങ്ങളെ പേര്? കാല സയ്യിദുൽ ഖൈൽ, സയ്യിദുൽ ഖൈൽ എന്നാണ് പേര്. അപ്പോൾ പറഞ്ഞു, ബൽ അന്ത സയ്യിദുൽ ഖൈർ, നീ സയ്യിദുൽ ഖൈൽ അല്ല, സയ്യിദുൽ ഖൈറാണ്. സയ്യിദുൽ ഖൈർ എന്നാണ്. അങ്ങനുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സായിദിനെ പറ്റി എന്ത് പറയാറുണ്ട് അല്ലേ? ഷെയ്ഖ് സായിദുൽ ഖൈർ എന്ന് പറയാറുണ്ട്. സായിദുൽ ഖൈർ, അതൊരു സായിദുൽ ഖൈർ തന്നെയായിരുന്നു. അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ, ദർജാത്തുകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അത് ഇതിൻ്റെ ഒരു അസലാണത്. സായിദുൽ ഖൈർ ഏതാണ്? അതിൻ്റെ അസൽ സയ്യിദുൽ ഖൈറാണ്. സയ്യിദുൽ ഖൈറാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ ആവശ്യം, എന്താണ് ചോദിക്കാനുള്ളത്? ഖാല ഫമാ അലാമത്തുല്ലാഹി തആല ഫീമൻ യുരീദു വഫീമൻ ലാ യുരീദ്, അതാണ് അറിയേണ്ടത്. മാ അലാമത്തുല്ലാഹി തആല ഫീമൻ യുരീദു വഫീമൻ ലാ യുരീദ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കൊണ്ട് നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്താണ് അതിൻ്റെ അടയാളം? ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു നന്മ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ അടയാളം? ഇത് നമുക്കൊക്കെ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നിലവാരം ഇപ്പോൾ എവിടെയാണ്. അല്ലാഹു നന്മയിലേക്കാണോ നമ്മൾ പോക്ക് എങ്കിൽ അതിൻ്റെ ഒരു അടയാളം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അടയാളം എന്താണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൻ അറാദല്ലാഹു ബികൽ ഉഖ്റാ ഹയ്യഅക ലഹാ ثم لا يبالي في أي واد سلكت. അല്ലാഹു നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ നന്മക്കുള്ള സാഹചര്യം നിന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തരും. അങ്ങനത്തെ ആ രൂപത്തിലാണ് എൻ്റെ കാര്യങ്ങളൊക്കെ വരിക. നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ നന്മക്കുള്ള സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ അല്ലാഹു തആല നിനക്ക് ഒരുക്കി തരും. അത് നിന്റെ ആവശ്യത്തിനനുസരിച്ചാണ്. അതല്ല, നന്മയല്ല നിന്റെ ഉദ്ദേശമെങ്കിലോ ഹയ്യഅക ലഹാ, അതിനുള്ള സാഹചര്യം ഒരുക്കി തരും. അതിനുള്ള സാഹചര്യം ഒരുക്കി തരും. ആ തിന്മയുടെ സാഹചര്യമാകും നിന്റെ ചുറ്റുവട്ടത്തിൽ നിന്റെ ജീവിതം, നിന്റെ കാര്യങ്ങളൊക്കെ ആ രൂപത്തിൽ വരും. ആ രൂപത്തിൽ വരും. ثم لا يبالي في أي واد سلكت. വേറൊരു റിവായത്തിൽ ثم لا يبالي في أي واد هلكت. പിന്നെ നീ എവിടെ പോയി തൊലഞ്ഞാലും അള്ളാഹ് നന്നൊരു വിലയും വെക്കൂല. പിന്നെ നീ എവിടെ പോയി തൊലഞ്ഞാലും നിനക്കൊരു വില ഉണ്ടാവില്ല. നല്ല വില വെക്കുന്നല്ല. അതാ നല്ലോണം ആലോചിക്കണം, നല്ലോണം ആലോചിക്കണം എവിടെ നമ്മളെ അവസ്ഥ ഉള്ളത്. അള്ളാഹു ആരോടും ദുൽമ കാണിക്കില്ല. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ആരോടും ദുൽമ കാണിക്കില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്, എന്താ നമ്മുടെ ആവശ്യം, അതിനനുസരിച്ചാണ് അള്ളാഹു തആല. ആരോടും അനീതി കാണിക്കുന്നില്ല, ആരോടും അനീതി കാണിക്കുന്നില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വഴി തുറന്നു തരുന്നത്. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. അതുകൊണ്ട് നല്ലവണ്ണം സൂക്ഷിക്കണം. നമ്മുടെ ശരീരം അതിൻ്റെതായ പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവയെ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ഉപയോഗപ്പെടുത്തി ആ രൂപത്തിൽ അതിനെ വളർത്തിയെടുക്കുമ്പോൾ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിച്ചവരാണ്. അതിനെ അള്ളാഹു തന്ന ഈ അവയവങ്ങളും ഈ അവസരങ്ങളും ഈ ശാരീരികമായ നമുക്കുള്ള വിശേഷണങ്ങളും അതിനെ അള്ളാഹു തൃപ്തിപ്പെടാത്ത മാർഗത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിന് നന്ദി കേട് കാണിക്കുന്നതാണ്. നമുക്ക് കണ്ണ് അല്ലാഹു തആല തന്ന നിഅമത്താണ്. കണ്ണിൻ്റെ വലിപ്പം നമ്മളൊക്കെ വല്ലാതെ പറയും. കണ്ണ് നഷ്ടപ്പെട്ടാലേ കണ്ണിൻ്റെ വലിപ്പം അറിയൂ എന്നൊക്കെ പറയും. പക്ഷെ ആ കണ്ണ് കിട്ടിയവൻ എന്തിനത് ഉപയോഗിക്കണം എന്നുള്ളത് പറയാറില്ല. അല്ലാഹു തന്ന ഇത്ര വലിയ നിഅമത്ത് ഈ കണ്ണുകൊണ്ട് എന്തൊക്കെ ചെയ്തു അതേക്കുറിച്ച് ആലോചിക്കാറില്ല. ഈ കാതെന്തിന് തന്നു, ഈ നാവെന്തിന് തന്നു, കൈകാലുകൾ എന്തിന് തന്നു, അങ്ങനെ തുടങ്ങി ധാരാളം നിഅമത്തുകൾ അല്ലാഹു തആല തന്നിട്ടുണ്ട്. അതിനെ ഏതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു? ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. പറയൂ നബിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളെ ശരീരത്തിലെ മുഴുവനും അല്ലാഹുവാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, കണ്ണ് തന്നു, കാത് തന്നു, നിങ്ങൾക്ക് ഹൃദയം തന്നു, അങ്ങനെ തുടങ്ങി നിങ്ങൾക്കുള്ള സർവ്വതും തന്നത് അല്ലാഹുവാണ്. ഖലീലൻ മാ തശ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കണില്ല. ഖലീലൻ മാ തശ്കുറൂൻ, ഇതൊക്കെ തന്നിട്ടും നന്ദി കാണിക്കുന്നവർ കുറവാണ്. നന്ദി കേട് കാണിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? കണ്ണെന്തിനാ നിൽക്കണ്? കണ്ണെന്തിനാ നിൽക്കണ്? കണ്ണ് തന്ന് കാണുന്നുണ്ടല്ലോ. കണ്ണ് തന്നത് കാണുന്നുണ്ടല്ലോ. കാത് തന്നത് കേൾക്കുന്നുണ്ടല്ലോ. കണ്ണ് കാണാൻ തന്നതാണ്, ഈ കാണലാണല്ലോ അതിൻ്റെ ജോലി. അല്ലാഹ് പറയണം, നിങ്ങൾ ശരിക്ക് കണ്ണ് തന്നിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല, നിങ്ങൾ നന്ദി കാണിക്കണില്ല. കാത് തന്നിട്ട് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല. കണ്ണും കാതും അവയവങ്ങളും തന്നതെന്തിനാ? അതതിൻ്റെ ഉപയോഗങ്ങൾക്ക്, ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ. അതെല്ലാ മനുഷ്യന്മാരും ചെയ്തുകൊണ്ടിരിക്കണില്ലേ? അതല്ല പറയുന്നത്. മനുഷ്യനും
മൃഗവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ്. മൃഗത്തിനും ഏതുണ്ട്? കണ്ണുണ്ട്, കാതുണ്ട്. അതിനും അതിൻ്റെതായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അതിൻ്റെതായ സ്വഭാവങ്ങളൊക്കെ അതിനുമുണ്ട്. മനുഷ്യനുമുണ്ട് കണ്ണും കാതും അതുപോലെയുള്ള വിശേഷണങ്ങളൊക്കെയുമുണ്ട്. പക്ഷേ മനുഷ്യനും മൃഗവും തമ്മിൽ വേർപിരിയുന്നത് എവിടെയാണ്? ഇതിനെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി? മൃഗത്തിന് വിശക്കുന്ന സമയത്ത് ഭക്ഷണം വേണം, അതെ, അതിന് ഭക്ഷണം വേണം. ദാഹിക്കുന്ന സമയത്ത് അതിന് കുടിക്കാൻ പാനീയം വേണം, അത് വേണം. അങ്ങനെ അതിൻ്റെതായ ഷഹവാത്തുകൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ അത് മനുഷ്യനുള്ളതുപോലെ മൃഗങ്ങൾക്കുമുണ്ട്. അത് നേടുക എന്നതിലപ്പുറം അതിന് വേറെ ചിന്തകളൊന്നുമില്ല. ആ മൃഗത്തിന് വേറെ ജോലിയൊന്നുമില്ല എന്നതുപോലെ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. അവൻ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്തിനാ? അവന് ജീവിക്കണം. അതിനെന്നെ എന്തിനാ ജീവിക്കണത്? എന്തിനാ ജീവിക്കണത്? എന്താ ജീവിതത്തിൻ്റെ ഉദ്ദേശം? എന്താണ്? സുഖമായിട്ട് ജീവിക്കൽ തന്നെ. ജീവിതം സുഗമമാക്കണം, നന്നായി സുഖമായി ലോകത്ത് ജീവിക്കണം. എന്താ സുഖമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കണം, അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭവനം വേണം, വാഹനം വേണം, അങ്ങനെ തുടങ്ങി ഇവൻ്റെ കുറേ ആഗ്രഹങ്ങളുണ്ട്. അത് ഏറ്റവും നല്ല നിലക്കാവുമ്പോൾ എന്തായി? അവൻ്റെ ജീവിതം ഏറ്റവും സുഖമായി. അതിനൊരു അറ്റമുണ്ടോ? അതൊട്ടില്ലതാനും. ഇവൻ ജീവിക്കുന്നത് എന്തിനാ? എന്തിനാ ജീവിക്കണതിൻ്റെ ആവശ്യം എന്താണ്? അതെനിക്കറിയില്ല, അതറിയില്ല. ജീവിക്കാൻ വേണ്ടി ജീവിക്കുകയാണ്, ജീവിക്കാൻ വേണ്ടി അല്ലേ? ഞാൻ സാധാരണ പറയലുണ്ട്, നമ്മളെ പ്രവാസികളെ പറ്റി പറയുമ്പോഴേ, പ്രവാസികൾ നമ്മളൊക്കെ ഒരു അവസ്ഥ എന്താണ്? പൊതുവിൽ നമുക്ക് നേരം വെളുത്താൽ കൃത്യസമയത്ത് ഡ്യൂട്ടി ഉണ്ടായിരിക്കും, ജോലി ഉണ്ടാകും ആളുകൾക്ക്, അധികം ആളുകൾക്ക്. അപ്പോൾ ആ ജോലിക്ക് വേണ്ടി എന്താക്കുന്നു? കൃത്യസമയത്ത് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ആ സമയത്ത് അവൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുബഹി കിട്ടുമ്പോൾ അതെന്താ നമുക്ക് കൃത്യമായിട്ട് ചെയ്യും. കാരണം ജോലിക്ക് കൃത്യസമയത്ത് എത്തി തന്നെ പറ്റുള്ളൂ. അങ്ങനെ അവൻ പോയി ജോലി എടുക്കണം അല്ലേ? ജോലി എടുത്താലോ അവനക്ക് ഏതുണ്ടാകുന്നു? വരുമാനം ഉണ്ടാകുന്നു. അതെ, ആ ജോലി എടുക്കണത് എന്തിനാണിപ്പോൾ? ജോലി എടുക്കണത് എന്തിനാണ്? ജീവിക്കാനാണ് അല്ലേ? ജീവിക്കാനാണ് ജോലി എടുക്കുന്നത്. ഇനി ഒരു ദിവസം ഡ്യൂട്ടി ചിലപ്പോൾ കുറച്ച് വൈകിട്ടാണ്, അല്ലെങ്കിൽ അന്ന് ഡ്യൂട്ടി ഇല്ലയെന്നുണ്ടെങ്കിലോ അന്ന് അവൻ്റെ സുബഹി എപ്പോഴായിരിക്കും? ഉച്ചക്കായിരിക്കും. കുറേ ആളുകൾ അങ്ങനല്ലേ? അന്ന് അവൻ്റെ സുബഹി എപ്പോഴാണ്? അവൻ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? അപ്പോൾ തന്നെ. അങ്ങനെ കൃത്യമായി ഓരോ ദിവസവും ഇതുതന്നെയാണ് നടക്കുന്നത്. 8 മണിക്ക് അവനക്ക് ഡ്യൂട്ടിക്ക് എത്തണം, അതിനവൻ എന്ത് ചെയ്യും? 5 മണിക്ക് എഴുന്നേൽക്കുന്നു. അങ്ങനെ ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞെന്താക്കുന്നു, വീണ്ടും പിറ്റേ ദിവസവും 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസവും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ ഇവൻ്റെ ജീവിതം എന്തായി? ഇവൻ ജോലി എടുക്കുന്നത് എന്തിനാണ്? എന്തിനാണ്? ജീവിക്കാൻ. ഇവൻ ഇപ്പോൾ ജീവിക്കണം എന്തിനാണ്? ജോലി എടുക്കാൻ അല്ലേ? ഇവൻ്റെ ജീവിതം ആകെ എന്തിനാണ്? ജോലി എടുക്കാനാണ്. ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഇവൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ജോലിക്ക് വേണ്ടിയിട്ടാണ്. ജീവിക്കുന്നത് ജോലി എടുക്കാൻ, ജോലി എടുക്കുന്നത് ജീവിക്കാൻ. ഹേയ്, ഇങ്ങനെ അങ്ങോട്ട് കുറേ കൊല്ലങ്ങൾ അങ്ങോട്ട് മറിയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സാധുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരവസ്ഥ. എനിക്ക് വേറെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളൊന്നുമില്ല. ഇതന്നല്ലേ മൃഗത്തിൻ്റെ അവസ്ഥ. അതിന് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. തിന്നാൻ വേണ്ടി വരുമ്പോൾ തിന്നണം, ഉറങ്ങുമ്പോൾ ഉറങ്ങണം. അതിനുണ്ട് ഇഷ്ടവും ഇഷ്ടക്കേടും ദേഷ്യവും സ്വഭാവമൊക്കെ അതിനുണ്ട്. ഇതേപോലത്തെ മനുഷ്യന്മാർ അതല്ലേ ഉള്ളത്. അതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. നരകത്തിന് വേണ്ടി കുറേ എണ്ണത്തിനെ നമ്മൾ പടച്ചിട്ടുണ്ട്. നരകത്തിന് വേണ്ടി കുറേ എണ്ണത്തിനെ നമ്മൾ പടച്ചിട്ടുണ്ട്. കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നി ഇൻസിൽപ്പെട്ട കുറേ എണ്ണത്തിനെ നമ്മൾ പടച്ചിട്ടുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയം നാം നൽകിയിട്ടുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഹൃദയമല്ല, ഗ്രഹിക്കാൻ പറ്റുന്ന ഹൃദയമല്ല. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. കണ്ണുണ്ട്, പക്ഷെ അവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. കാതുണ്ട്, പക്ഷെ അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം. ആ വിഭാഗം മൃഗങ്ങളെപ്പോലെയാണ്. സൃഷ്ടാവിനറിയാം ഇതെന്താ മുതൽ. ഉലൈക കൽ അൻആം ബൽ ഹും അദല്ലു. മൃഗത്തെ പോലെ എന്ന് പറയാനും പറ്റാത്ത അവസ്ഥയിലേക്ക്, മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറും.
ബൽഹും അദല്ലു, മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിക്കും. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരാണ് യാതൊരു ബോധമില്ലാതെ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാർ. നമ്മളിപ്പോൾ ഇവിടെ ദുബായിൽ ജീവിക്കണവരല്ലേ, നമുക്ക് പല ജാതി ആൾക്കാരെ കാണാമല്ലോ, യാതൊരു ചിന്തയില്ല, ഉദ്ദേശവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗം ഉലൈക കൽ അൻആമി എന്നാണ് അല്ലാഹു തആല വിശേഷിപ്പിച്ചത്. ഈ അൻആം, ഈ ബഹീമിയത്ത്, മനുഷ്യനിൽ മലക്കാനിയായ സ്വാധീനവുമുണ്ട്, ബഹീമിയായ മൃഗത്തിൻ്റെ സ്വാധീനവുമുണ്ട്. ഈ ബഹീമിയത്തിൽ നിന്ന് ഉയരണം, അവൻ്റെ ആത്മാവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യണം. ഔന്നിത്യങ്ങളിലേക്കായിരിക്കണം അവൻ്റെ എത്തിനോട്ടം, അവൻ്റെ ശ്രമം, അവൻ്റെ അധ്വാനം എന്ന് വരുമ്പോൾ ഇവനിലുള്ള ഈ ദുസ്വഭാവങ്ങളില്ലാതെയായി അവൻക്കുള്ള മലക്കിൻ്റെ സ്വാധീനം അവനിൽ വർദ്ധിച്ചു വരികയും കൂടുതൽ സ്വാധീനമുള്ളതാവുകയും ചെയ്യുമ്പോൾ ആ നിലക്കുള്ള ഗുണമേന്മകൾ അവൻ്റെ ആത്മാവിന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടും ഒരുമിച്ച് കൂടുമ്പോഴാണ് മനുഷ്യനാകുന്നത്. അവൻ്റെ ആത്മാവും നേരത്തെ പറഞ്ഞ ഹമയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ്റെ ഭൗതിക ശരീരവും ഇതിൻ്റെതായ വിശേഷണങ്ങളുണ്ട്, ആത്മാവിന് അതിൻ്റെതായ സവിശേഷതകളുമുണ്ട്. അത് രണ്ടും വൈരുദ്ധ്യമാണ്. ആ വൈരുദ്ധ്യമായ ആത്മാവിനെ അതൊരിക്കലും ആത്മാവിൻ്റെ നിയമങ്ങളും ആത്മാവിൻ്റെ വിശേഷണങ്ങളും ഈ ഭൗതിക ഘടനയോട് യോജിച്ചതല്ല, പൂർണ്ണമായും വ്യത്യാസമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു റൂമിൽ അടച്ചിട്ട് ഒരു റൂമിൽ ഒരാൾ കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ അവിടെ കിടന്ന ഒരാൾ മരണപ്പെടുകയാണ്. ആ റൂമിൽ നിന്ന് ഇവൻ പുറത്ത് കിടക്കണമെങ്കിൽ ഇവൻ്റെ ശരീരം പുറത്ത് കിടക്കാൻ ആവശ്യമായ ഒഴിഞ്ഞ സ്ഥലം അവിടെ വേണം, വ്യാസം വേണം, എങ്കിലേ അവനക്ക് കിടക്കാൻ പറ്റും. അതാണ് മനുഷ്യ ശരീരത്തിൻ്റെ സ്വഭാവം. ഇവിടെ കിടന്നൊരുത്തൻ മരണപ്പെടുമ്പോൾ ഇവൻ്റെ ആത്മാവ് പുറത്ത് കിടക്കുന്നുണ്ട്, അവിടെ നിയമം ബാധകമല്ല. അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ ഇവൻ്റെ ആത്മാവ് പുറത്തു പോകുന്നുണ്ട്, അവിടെ നിയമം ബാധകമല്ല. ആത്മാവിൻ്റെ സ്വഭാവവും മനുഷ്യൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ സ്വഭാവവും വിശേഷണവും വ്യത്യസ്തങ്ങളാണ്. ആ വൈരുദ്ധ്യമായ സ്വഭാവമുള്ള ആത്മാവിനെ ഈ ഭൗതിക ലോകത്ത് പിടിച്ചു നിർത്താൻ ആവശ്യമായ ഒരു സംവിധാനം മാത്രമാണ് ഏത്? ഈ ഭൗതിക ശരീരം. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്നാൽ എന്താണ്? അവൻ്റെ യഥാർത്ഥത്തിൽ മനുഷ്യനെ പ്രവർത്തിക്കുന്നത് എന്താണ്? അവൻ്റെ ആത്മാവാണ്. മനുഷ്യൻ്റെ കണ്ണ്, ഭൗതിക ശരീരത്തിൽ അവന് നൽകപ്പെട്ട ഈ കണ്ണല്ല കാണുന്നത്, മറിച്ച് കണ്ണിലൂടെ ആര് കാണുന്നു? കണ്ണുകൊണ്ട് ആത്മാവ് കാണുന്നു. കാതുകൊണ്ട് ആത്മാവ് കേൾക്കുന്നു, നാവ് കൊണ്ട് ആത്മാവ് സംസാരിക്കുന്നു. അതാണ് അവൻ്റെ യഥാർത്ഥത്തിൽ മനുഷ്യനെന്ന് പറഞ്ഞാൽ. പക്ഷേ ആ ആത്മാവ്, വ്യത്യസ്ത സ്വഭാവമുള്ള ആത്മാവ് ഈ ഭൗതിക ലോകത്ത് നിലനിൽക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയതാണ് ഏത്? ഈ പറഞ്ഞ ഭൗതിക ശരീരം. ഇതിന് രണ്ടും സമ്മേളിച്ചിട്ടുണ്ട്, രണ്ട് സാധ്യതകളും അവിടെയുണ്ട്. ഏതിനെ വളർത്തിയെടുക്കുന്നോ അത് വളരും, അതിനനുസരിച്ച് മനുഷ്യൻ ഉയരുകയും ചിലപ്പോൾ അധപ്പതിക്കുകയും ചെയ്യും. അവിടെയാണ് വിജയപരാജയത്തിൻ്റെ നിദാനം കിടക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു തആല ഔന്നത്യങ്ങളിലേക്ക് നമ്മൾ ഉയർത്തി തരുമാറാവട്ടെ. കഴിഞ്ഞ സമയം അങ്ങനെ നിർത്താം. അതുകൊണ്ട് നല്ല ഗൗരവത്തോടെ ചിന്തിക്കണം. ജീവിതം, നമുക്ക് ഈ തിരക്കും ജോലിയും ചുറ്റുപാടുകളൊക്കെ കഴിഞ്ഞ് നാട്ടിലൊക്കെ പോയിട്ട് വയ്യാതെ ഒരു പോക്കുണ്ട്, ആർക്കും വേണ്ടാണ്ടാകുമ്പോൾ ഒരു പോക്കുണ്ട്, ഇവിടെ നിർത്താണ്ടാകുമ്പോൾ ഒരു പറഞ്ഞുണ്ടല്ലോ. ആ പോക്ക് പോയിട്ട് നമുക്ക് തുടങ്ങാൻ നോക്കാം എന്ന് വെച്ച് കാത്തിരിക്കരുത്. അതൊന്നും നടക്കുന്നതല്ല. ഇപ്പോൾ തന്നെയാണ് നമ്മുടെ ജീവിതം. ഇനി നമ്മൾ ജീവിക്കാൻ വേണ്ടി പിന്നീട് കാത്തിരിക്കരുത്. ഇതന്നെയാണ് നമ്മുടെ ജീവിതം, ഇനിയൊന്നും വേറെ വരാനൊന്നുമില്ല. ഈ ജീവിതത്തിൽ എന്ത് അധ്വാനിക്കുന്നോ അതാണ് ആഖിറത്തിൽ ഫലിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോന്ന് കൃത്യമായി, അള്ളാഹു ആരോടും ഒരു ഉൽമ ചെയ്യുന്നില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തും കാരുണ്യം അത് അതിവിശാലമാണ്. അത് നാം ഊഹിക്കുന്നത് നമ്മുടെ ഊഹത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ആ റഹ്മത്തിൽ നമുക്ക് ആഗ്രഹിക്കാം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ഒരു കറ്റ കാര്യം മാത്രം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തും കൂടിയിരിക്കുമ്പോൾ റസൂലുള്ളാഹി അങ്ങനെ പെട്ടെന്ന് ചിരിച്ചു. ഹത്താ ബദത്ത് നവാജിദുഹു, തങ്ങളുടെ അണപ്പല്ല് പോലും പുറത്ത് കാണുന്ന തരത്തിൽ നന്നായി ചിരിച്ചു. അങ്ങനെ ചിരിക്കാറില്ല. എന്നിട്ട് ചോദിച്ചു, അലാ തസ്അലൂനി ലിമ ലഹിഖ്തു, എന്താ ഞാനിങ്ങനെ ചിരിച്ചത് നിങ്ങൾ എന്നോട് ചോദിക്കണില്ലേ എന്ന് ചോദിച്ചു. എല്ലാവരും ഈ ചിരി കണ്ട് അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ഞാൻ ചിരിച്ചത് നിങ്ങൾ എന്നോട് ചോദിക്കണില്ലേ?
അപ്പോൾ അവർ ചോദിച്ചു, എന്താ നബി അങ്ങ് ചിരിച്ചത്? അജിബ്തു മിൻ മുജാലത്തിൽ അബ്ദി റബ്ബഹു യൗമൽ ഖിയാമത്തി. അടിമ അവൻ്റെ ഉടമസ്ഥനോട് റബ്ബിനോട് തർക്കിക്കും. അടിമ, നമ്മളൊക്കെ തന്നെ റബ്ബിനോട് തർക്കിക്കും. എന്താപ്പത്? അള്ളാഹുവിനോട് തർക്കിക്കേ? അതിനും അള്ളാഹ് അനുവദിച്ചു തരുമെന്ന്. ഇജ്ജ് പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഇജ്ജ് പറഞ്ഞു. അള്ളാഹ് അത് കേൾക്കും. അള്ളാഹ്ക്ക് ആരെങ്കിലും ബോധ്യപ്പെടുത്തണ്ട. ഇവൻ എന്താണെന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? കൊണ്ടുപോകുന്നാണ് പറഞ്ഞാൽ പോരെ? അത് അള്ളാഹു ചെയ്യണില്ല. അവൻ തർക്കിക്കാൻ നിൽക്കുകയാണോ? എന്നാ ഈ തർക്കിച്ചു. ഈ പറയണതൊക്കെ കേൾക്കാൻ, എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. അജിബ്തു മിൻ മുജാദലത്തിൽ അബ്ദി റബ്ബഹു. അതെന്താ അബ്ദ് പറയണത്? അലം തഅദിനി അന്നക ലാ തളിമുനി. റബ്ബേ, നീ എന്നോട് ളുൽമ ചെയ്യില്ല, നീ എന്നോട് വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കും. എന്നോട് ളുൽമ ചെയ്യില്ല. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ പറയും, ഇദൻ ലാ അഖ്ബലു ഷാഹിദൻ അലയ്യ ഇല്ലാ മിൻ നഫ്സി. എങ്കിൽ ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഞാൻ ചെയ്തു തന്നെയാണ് എന്നതിന് സാക്ഷി വേണം. ഇവൻ ചെയ്തതൊക്കെ അവിടെ കൃത്യമായി അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവൻ പറയാണ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നതിന് സാക്ഷി വേണം. ആര് സാക്ഷി വേണം? അതും ഇവൻ തന്നെ തീരുമാനിക്കുന്നത്. ആരാ സാക്ഷി പറയേണ്ടത്? ഇല്ലാ മിൻ നഫ്സി. അത് എൻ്റെ നഫ്സിൽ തന്നെ വേണം, വേറെ സാക്ഷികൾ പുറത്തുനിന്ന് വന്നാൽ പറ്റില്ല. ഇവൻ അവസാനത്തെ കൈക്ക് നോക്കണ കണ്ടില്ലേ? എൻ്റെ മേൽ സാക്ഷിയായിട്ട് ആരെന്നെ വേണം? എൻ്റെ നഫ്സിൽ നിന്ന് സാക്ഷി വേണം, പുറത്തു നിന്നുള്ള സാക്ഷി പറ്റൂല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അല്ലാഹു ചോദിക്കും, അലൈസ കഫാ ബി ഷഹീദൻ. ഞാൻ നീ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയാണ്. നീ ചെയ്യുന്ന ഒരു കാര്യവും എൻ്റെ മേൽ മറഞ്ഞു പോവുകയില്ല. ഞാൻ സാക്ഷിയായിട്ട് പോരെ? വബിൽ മലായികത്തിൽ കിറാം. നീ ചെയ്ത ഓരോ കാര്യങ്ങളും അപ്പപ്പ രേഖപ്പെടുത്തിയ മലായികത്ത് അവരും സാക്ഷിയായിട്ട് പോരെ? അള്ളാഹു ചോദിക്കും, തിരിച്ചു ചോദിക്കും. മറുപടി പറയില്ല. ഇതിന് മറുപടി പറയില്ല. ഫലാ യസാലു യുകർറിറു ഹാദാ. എനിക്ക് സാക്ഷി എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ കാണും. മറ്റതിന് മറുപടി ഇല്ല. ഞാൻ എൻ്റെ മേൽ സാക്ഷി എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ. ഒരിക്കലും ഇവൻ സമ്മതിക്കുന്നില്ല എന്ന് വരുമ്പോൾ ആ സമയത്ത് ഫയഖ്തിമുല്ലാഹു അലാ ഫീഹി. അവൻ്റെ വായക്ക് സീൽ വെക്കും. അവൻ്റെ വായക്ക് സീൽ വെക്കും. വതതകല്ലമു അർകാനുഹു. അവൻ്റെ അവയവങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. അവൻ്റെ അവയവങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അന്ന് നാം അവരുടെ വായക്ക് സീല് വെക്കും. വതുകല്ലിമുനാ ഐദീഹിം. കൈകൾ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തു കൂട്ടിയ ഓരോന്നിനും അവൻ്റെ കാലുകൾ സാക്ഷി പറയാൻ തുടങ്ങും. ആദ്യമായി മനുഷ്യനിൽ നിന്ന് സംസാരിക്കുന്നത്, അവനെതിരിൽ സാക്ഷി പറയുന്നത് ഫഖിദുഹു, അവൻ്റെ കാലിൻ്റെ തുടയായിരിക്കും. വകഫുഹു, അവൻ്റെ മുൻകൈയുമായിരിക്കും ആദ്യമായി സംസാരിക്കുന്നത്. ചില റിവായത്തിൽ ഇടത് കാലിൻ്റെ തുടയാണ് ആദ്യം സംസാരിക്കുക. വായക്ക് സീല് വച്ച് അവയവങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ഓരോന്ന് വിളിച്ചു പറയും. ആ സമയത്ത് ഇവൻ ഉത്തരമില്ല, ഒന്നും തന്നെ പറയാനില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ബുഅദൻ ലകുന്ന വസുഹഖാ. പോയി തുലഞ്ഞോ, നിങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹുവിനോട് ഞാൻ ഈ തർക്കിച്ചതൊക്കെ, എന്നിട്ട് നിങ്ങൾ എനിക്കെതിരെ സാക്ഷി പറയുകയാണോ എന്ന് സ്വന്തം അവയവങ്ങളോട് അവൻ ചോദിക്കും. എല്ലാം കൃത്യമായി നടക്കുന്ന സംഭവങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കൃത്യമായി ഓരോന്ന് അവനെ ഇരുത്തിങ്ങനെ ചോദിക്കും. അലം തഅലം അലം തഫ്അൽ ദംബ കദാ വ കദാ. ഇന്നത് ചെയ്തതല്ലേ, നീ ഇന്നത് ചെയ്തതല്ലേ, നീ ഇന്നത് ചെയ്തതല്ലേ. ഓരോന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് എടുത്ത് ചോദിച്ച് അവനെ കൊണ്ട് സമ്മതിപ്പിക്കും. അങ്ങനെ ഹത്താ ഇദാ റആ ഫീ നഫ്സിഹി അന്നഹു ഖദ് ഹലക്. അവൻ നാശത്തിലാ, പരാജയത്തിലാ,
അവനിനി രക്ഷയില്ലെന്ന് അവൻ്റെ മനസ്സിൽ സ്വയം തോന്നുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ആ കാരുണ്യം ലഭിക്കണം, ആ കാരുണ്യം ലഭിക്കണം. അവൻ്റെ കാരുണ്യം ആർക്കെങ്കിലും അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അപ്പോൾ പറയും സതർത്തുഹ അൻ മലായികതി, എൻ്റെ മലക്കുകളെ കൊണ്ട് അവരത് രേഖപ്പെടുത്തുന്നതിൽ ഞാൻ അത് തടഞ്ഞു വെച്ചു, ഞാനത് മറച്ചു വെച്ചു. അതുകൊണ്ട് വഗ്ഫിറുഹാ ലക്കൽ യൗം, ഇന്ന് എനിക്ക് ഞാൻ പുറത്തു തരാം, ഈ പോയിക്കോ എന്ന് പറയും. ഈ പോയിക്കോ എന്ന് പറയും, കുഴപ്പമില്ല ഈ പോയിക്കോ എന്ന് പറയും. അത്ര വലിയ കാരുണ്യമാണ്. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. അവൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. പഠിച്ചതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അവൻ്റെ ഗളബ് ഇഖാബിനെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശേഷിക്കുന്ന ആയുസ് അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.